തമിഴ് പ്രേക്ഷകർക്ക് ഒരു വലിയ ഒരു ഉത്സവം തന്നെയാണ് വരാൻ പോകുന്നത്. അതിന്റെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അത് രജനീകാന്തും കമലഹാസനും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നുള്ളത്. അത് ശരിക്കും തമിഴ് പ്രേക്ഷകർക്ക് മാത്രമല്ല, നമ്മൾ മലയാളികൾക്കും അതായത് രജനീകാന്ത് കമലഹാസൻ ഫാൻസിനെ ഒക്കെ എന്താ പറയാ ഒരു വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ശരിക്ക് ഇങ്ങനെ ഒരു പ്ലാന്, അതായത് ഒരുപാട് നാളുകളായി ഇവർ ഒരുമിച്ച് അഭിനയിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇവരുടെ ഇടയിൽ നടക്കുന്നു. അപ്പോൾ കുറച്ച് ഒരു റീസെന്റ് ആയിട്ട് കേട്ടിരുന്നത് ലോകേഷ് കനരാജ് ഇവരെ വെച്ചിട്ട് ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു എന്നാണ്. അതിനെക്കുറിച്ച് ലോകേഷ് തന്നെ ഈ അടുത്ത് തുറന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു പ്ലാനിങ്ങിനെ കുറിച്ചും എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല എന്നതിനെ കുറിച്ചൊക്കെ ലോകേഷ് തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അതായത് ലോകേഷ് എനിക്ക് തോന്നുന്നു കൂലി കഴിഞ്ഞിട്ടാണ്. അപ്പൊ കൂലി നമുക്കറിയാം ആ സിനിമ കളക്ട് ചെയ്തിരുന്നു, 500-600 കോടിയൊക്കെ കളക്ട് ചെയ്തെങ്കിലും ലോകേഷിന് അതൊരു എന്താ പറയാ ഒരുപാട് നെഗറ്റീവ് ക്രിറ്റിസിസം ഒക്കെ വന്നിരുന്നു. ലോകേഷ് തന്നെ വളരെ സൈലന്റ് ആയിട്ട് പോയത്, അതായത് വലിയൊരു ഹൈപ്പിൽ വന്ന് ലോകേഷ് സൈലന്റ് ആയി പോയ ഒരു സിനിമയായിരുന്നു കൂലി. ഇപ്പൊ ലോകേഷ് പറഞ്ഞത്, ഞാൻ ഒരു കൺസെപ്റ്റ് ആലോചിച്ചു, എന്നിട്ട് ഞാൻ ഒരു 1.5 മാസം ഇരുന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ട് അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി. എന്നിട്ട് കമൽ സാറിനെയും കണ്ടു, രജനി സാറിനെയും കണ്ടു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പല സോഴ്സസ് വായിച്ചത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത്, രജനീകാന്ത് പറഞ്ഞു ഇത് കുറച്ച് ഹെവിയാണ്. കാരണം ലോകേഷിന്റെ ഒരു പാറ്റേൺ ഭയങ്കര ആക്ഷനും വയലൻസും എല്ലാം കൊണ്ടുള്ള. അപ്പൊ ഇത് രജനി സാർ പറഞ്ഞത് ഒരു ലൈറ്റ് ഹാർട്ട് സിനിമ മതി, ഞങ്ങൾ വീണ്ടും ഒന്നിക്കുമ്പോൾ ഭയങ്കര ഹെവി സിനിമ പോണ്ട. എനിക്ക് തോന്നുന്നു കൂലി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പരാജയം തന്നെ പറഞ്ഞത്, ആ സിനിമയിൽ ഒരുപാട് കഥ പറയാൻ നോക്കി, ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡീപ്പ് സ്റ്റോറീസ് പറഞ്ഞു. ഇതൊക്കെയായിരുന്നു അതിന്റെ പരാജയത്തിന്റെ കാരണം എന്നാണ് ഒരു റീസൺ ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നത്. ഫാൻസ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ലോകേഷ് പറഞ്ഞു എനിക്ക് അങ്ങനെ ലൈറ്റ് ഹാർട്ട് ചെയ്യാൻ അറിയില്ല, ഓക്കെ എന്ന് പറഞ്ഞു ലോകേഷ് തിരിച്ചു വന്നു. അങ്ങനെ അത് ലോകേഷ് പ്രൊജക്ട് നടന്നില്ല. അങ്ങനെയാണ് നെൽസണിലേക്ക് വന്നത്. അപ്പൊ നെൽസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഭയങ്കര രസകരമാണ് അദ്ദേഹത്തിന്റെ ജേണി. അതായത് അദ്ദേഹം പണ്ട് ഈ പറയുന്ന പോലെ സ്റ്റാർ വിജയിലോ ഇതിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു സമയത്തൊക്കെ അദ്ദേഹം വേറെ ഒരു സിനിമയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു. അന്ന് സിലംബരശനെയും ജയിനെയും ഒക്കെ വെച്ച് ഒരു സിനിമയൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. അന്ന് എനിക്കൊണ്ട് യുവൻ ശങ്കർ രാജയായിരുന്നു എൻ്റെ ഒരു മ്യൂസിക് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ആ ഒരു സിനിമ ഡ്രോപ്പായി. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് അനിരുദ്ധയായിട്ടൊരു ബന്ധമുണ്ട്. അനിരുദ്ധാണ് കൊലമാവ് പോകില്ല എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ നെൽസന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി സഹായിച്ചത്. അങ്ങനെ ആ ഒരു സിനിമ ഇറങ്ങുന്നു. വളരെ സൈലന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു. അത് ഭയങ്കര ഹിറ്റ് ആവുന്നു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് ഡോക്ടർ എന്ന് പറയുന്ന ഒരു സിനിമ ശിവകാർത്തികേയന്റെ. അപ്പൊ നമുക്കറിയാം ഇതൊക്കെ അനിരുദ്ധ ഉണ്ട് കൂടെ. ഒരു വളരെ അടുത്ത സുഹൃത്തായിട്ട് അനിരുദ്ധ് ഉണ്ട്. നെൽസന്റെ ഒരു ഗ്യാങ് തന്നെ അനിരുദ്ധ് ഉണ്ട്, വേറെ കുറച്ച് പേരൊക്കെ ഉണ്ട്. നെൽസന്റെ ഒരു സിനിമകളിലൊക്കെ നമുക്ക് അറിയാം ഒരു സ്ഥിരം ഗ്യാങ്ങുകളുണ്ട്. അങ്ങനെ അനിരുദ്ധാണ് ഡോക്ടർ ശിവകാർത്തികിന്റെ ആദ്യത്തെ 100 കോടി പടം വരുന്നത്, ഭയങ്കര ഹിറ്റായി. ഇത് കഴിഞ്ഞിട്ടാണ് വിജയ്യുടെ ഡേറ്റ് കിട്ടുന്നത്, ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ. അത് ഈ പറഞ്ഞ പോലെ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കൊക്കെ ശേഷം വിജയുടെ ഇറങ്ങുന്ന ഒരു സിനിമയായിരുന്നു. ഭയങ്കര ഹൈപ്പായിരുന്നു. അതിലെ പാട്ട് ഇറങ്ങുന്ന മുമ്പ് ഹിറ്റായിരുന്നു. പക്ഷെ ആ സിനിമ പരാജയം എന്ന് പറയാൻ പറ്റില്ല. കാരണം സൺ പിക്ചേഴ്സ് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞത് ഞങ്ങൾക്ക് പടം ലാഭമാണ്. പക്ഷെ വിജയ് ഫാൻസിന് അവിടെ തൃപ്തി ആയില്ല. അതിനുശേഷം ആണ് കാരണം ജയിലർ. അപ്പൊ ജയിലർ ഇതിന് മുമ്പേ കമ്മിറ്റ് ചെയ്തിരുന്നു. കാരണം ബീസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പേ നെൽസൺ കമ്മിറ്റ് ചെയ്ത സിനിമയായിരുന്നു ജയിലർ. പക്ഷെ ജയിലർ ഇറങ്ങിയപ്പോ അഭിപ്രായം മോശമായി. പക്ഷെ രജനീകാന്ത് പറഞ്ഞു ഒരു സിനിമയും ഒരിക്കലും ഒരു സിനിമ മോശമായതുകൊണ്ട് സംവിധായകം മോശമാവണമെന്നില്ല, പല കാരണങ്ങളുണ്ടാവാം എന്ന് പറഞ്ഞാണ് ജയിലർ സംഭവിച്ചത്. അപ്പോൾ ജയിലർ അങ്ങ് ഭയങ്കര ഹിറ്റായി. നമുക്കറിയാം രജനീകാന്തിന്റെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടി. എനിക്കൊന്ന് എന്തിനും 2.0 ആണെന്ന് തോന്നുന്നു ഇപ്പോഴും വേൾഡ് വൈഡ് കിടക്കുന്നത്. പക്ഷെ എങ്കിൽ നമുക്ക് നോക്കുമ്പോൾ ഈ തമിഴ്നാട് കളക്ഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ജയിലർ തന്നെയാണ്. അപ്പോൾ ജയിലറിന് തൊട്ട് മുമ്പ് ബീസ്റ്റ് മോശമായി നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് എന്താ പറയാ, അദ്ദേഹം ഒരു അവാർഡ് ഫംഗ്ഷന് വരുമ്പോൾ അദ്ദേഹത്തിന് വലിയ കാര്യമായിട്ട് വില കൽപ്പിക്കാത്തതും അവിടുന്ന് അങ്ങോട്ടുള്ള നെൽസന്റെ ഇന്നത്തെ ഒരു ജേണിയെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത്. കാരണം ജയിലർ ഹിറ്റ് ആവുന്നതും അത് കേട്ട് ജയിലർ 2, ഇപ്പൊ ജയിലർ 2 നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആർട്ടിസ്റ്റ്, നമ്മുടെ മലയാളി ആർട്ടിസ്റ്റുകൾ വരെ ഒരുപാട് അതിൽ അഭിനയിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നെൽസൺ എന്താ പറയാ, എല്ലാവരും ഇന്ത്യ മുഴുവനും, ഇന്ത്യയിലെ ഏതൊരു സംവിധായകനും സ്വപ്നം കാണുന്ന ഒരു സിനിമയാണ് കമൽഹാസനും രജനീകാന്ത് ഒരുമിക്കുന്നു, കമൽഹാസൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ രാജ്കമൽ ഫിലിംസിന്റെ സിനിമ എന്നൊക്കെ പറയുന്നത് ആരുടെയും സ്വപ്നമാണ്. അതാണ് നെൽസണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ടീസർ ഒക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ എന്താ പറയാ, വളരെ രസകരമായിട്ടുള്ള ഒരു പ്രൊമോ ആണ് ഇറങ്ങിയിരിക്കുന്നത്. നെൽസൺ അല്ലെങ്കിലും ഹ്യൂമറിന്റെ ആളാണ്. നെൽസന്റെ എന്താ പറയുക, ഒരു ഹ്യൂമർ ടച്ചും ഭയങ്കരമാണ്. നെൽസൺ ബ്ലാക്ക് കോമഡി പറയാൻ എന്താ പറയുക ഭയങ്കര കഴിവുള്ള ഒരു സംവിധായകനും എഴുത്തുകാരാണ് നെൽസൺ. അപ്പൊ ഇതിന്റെ ഒരു പ്രൊമോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നെൽസൺ വരുന്നു, എന്നിട്ട് രജനി സാറാണോ കമൽ സാറാണോ ആരോട് ആദ്യം പറയണം എന്ന് പറയുമ്പോൾ അനിരുദ്ധ് വരുന്നു. അനിരുദ്ധ് വന്നിട്ട് 2 വിരൽ ഏതെങ്കിലും ഒന്ന് തൊടാൻ പറയുന്നു. അങ്ങനെ ഭയങ്കര രസകരമായിട്ടാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഇവർ 2 പേരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരാൾ ഒരു ഷൂ എടുക്കാൻ പോകുമ്പോൾ ഒരു ഇതായിട്ട് വാച്ച് എടുക്കുമ്പോഴോ മറ്റാൾ എടുത്ത് അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്നു. അങ്ങനെ 2 പേരും ഒരുമിച്ച് വന്ന്
അവർ നടന്നു വരുന്നതും അവിടെ നിന്ന് അങ്ങോട്ട് ഒരു മ്യൂസിക്കിന്റെ ഒരു എന്താ പറയുക ഒരു വല്ലാത്ത ഒരു അനിരുദ്ധിന്റെ ഒരു കൂണ്ടുവിളയാട്ടം തന്നെയാണ് അങ്ങോട്ട്. ഇതിൽ കുറേ എന്താ പറയാ ഒരുപാട് മോഡൽസിനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചും ഇപ്പൊ ചർച്ചയുണ്ട്. അത് ആണോ അത് ശരിക്കുള്ള മോഡൽസിനെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണോ? പിന്നെ അതിന്റെ ക്യാമറ വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് രാജീവ് മേനോനാണ് അതിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളത്. രാജീവ് മേനോനൊക്കെ നമുക്കത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്യാമറമാൻമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പിന്നീട് എന്താ പറയാ നമ്മുടെ നടൻ കൂടിയായി മാറിയ നരേനൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഈ ഒരു ഇതിന്റെ ഒക്കെ നമ്മുടെ മലയാളത്തിലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഇതിന്റെ പ്രൊമോ ഒക്കെ ഷെയർ ചെയ്തിരുന്നു. നരേനൊക്കെ ഷെയർ ചെയ്തത് അദ്ദേഹത്തിന്റെ ഗുരുവിനെ ടാഗ് ചെയ്തിട്ടൊക്കെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അജു വർഗീസ് ഷെയർ ചെയ്തിട്ടുണ്ട്, കുറെ പേരുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവർ ഒരുമിച്ച് അഭിനയിക്കുന്ന അതിൽ അവസാനം വരുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ആരാണ് ഹീറോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കമലഹാസനും ചോദിക്കുന്നുണ്ട്, രജനീകാന്തും ചോദിക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നത്, ഈ ഒരു സിനിമയിൽ ആരാണ് ഹീറോ എന്നുള്ളതാണ്. കാരണം അത് ഭയങ്കര എന്താ പറയുക, ഇപ്പൊ ഇവർ രണ്ടുപേരും ഒരേപോലത്തെയാണ്. രജനീകാന്ത് ബിസിനസ് വൈസ് ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുകയാണെങ്കിലും കമൽഹാസനെ നമുക്ക് ഒരിക്കലും മോശം എന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേരും നമുക്ക് ഇവിടെ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന പോലെയാണ്. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമുക്കറിയാം തുടക്കകാലത്ത് അപൂർവ രാഗങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് അന്ന് കമൽഹാസനാണ് സ്റ്റാർ. കമൽഹാസൻ സ്റ്റാറായി നിൽക്കുന്ന സമയത്താണ് രജനീകാന്ത് വില്ലനായിട്ട് വരുന്നത്. അന്ന് കമൽഹാസനെ കാട്ടും താഴെയായിരുന്നു രജനീകാന്തിന്റെ ഒക്കെ പ്രതിഫലമൊക്കെ. അന്ന് എന്താ പറയാ, രജനീകാന്തും കമലഹാസനും ശ്രീദേവിയൊക്കെ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളുണ്ട്, പല സിനിമകളും. അതില് 16 വയതിലെ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെയാണ്, ഭാരതരാജയുടെ ആദ്യത്തെ ഒരു സിനിമയൊക്കെയാണ്. അപ്പൊ ആ ഒരു സിനിമയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അതിൽ എപ്പിടി ഇർക്ക് എന്ന് രജനീകാന്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് പിന്നെ എല്ലാവരും ഏറ്റെടുത്തു. അപ്പൊ അന്നൊക്കെ കമൽഹാസനാണ് ഹീറോ, രജനി വില്ലനാണ്. പക്ഷെ പിന്നെ രണ്ടുപേരും ഈക്വൽ ഇമ്പോർട്ടൻസിലെ സിനിമകൾ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ മലയാളത്തിൽ അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന് പറയുന്ന സിനിമ അവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരുടെ ഇടയിലും ഈഗോ ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ രജനീകാന്തിന്റെ ഒരു ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ പല ആളുകളും അന്ന് ആ ഓട്ടോബയോഗ്രഫി രജനിയുമായി ബന്ധപ്പെട്ട് രജനീകാന്തിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട് രജനീകാന്തിന് ഒരു ഈഗോ ഇല്ലാത്തത്. കാരണം രജനീകാന്ത് വരെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കമൽഹാസൻ വലിയൊരു നടനാണ്, ഞാൻ അദ്ദേഹത്തെ കണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ ദളപതി ഒരു സിനിമയെ കുറിച്ച് ഒക്കെ തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സിനിമയിൽ വരുമ്പോൾ ഞാൻ ഒരു 3-4 എക്സ്പ്രഷൻസ് വെച്ച് പിടിച്ചിരിക്കുന്ന ഒരാളാണ്, അപ്പുറത്ത് സുന്ദരനായ മമ്മൂട്ടി നിൽക്കുന്നു. അപ്പോ ആദ്യത്തെ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലും എന്റെ ചെരുപ്പ് മാറ്റി ഷൂ ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ, മേക്കപ്പ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മണിരത്നവും ക്യാമറാമാൻ സന്തോഷ് ശിവനും മാറി നിന്ന് സംസാരിക്കണം കഴിഞ്ഞപ്പോൾ ശോഭന പറഞ്ഞു നിങ്ങളെ മാറ്റി കമൽഹാസൻ ഇടാനാണ് അവരുടെ പ്ലാൻ എന്ന് തോന്നുന്നു എന്ന് തമാശ പറഞ്ഞു നോക്കണം. അപ്പൊ രജനീകാന്തൊക്കെ അത്ര ഈസി ആയിട്ട് എടുക്കുന്ന എന്താ പറയുക അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പിന്നെ അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവര് രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് തീരുമാനമെടുത്തത്. അത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, കമൽഹാസൻ തന്നെയാണ് അത് പറഞ്ഞത് രജനീകാന്തിന്റെ അടുത്ത്. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ഈക്വലി. രജനിയുടെ അടുത്ത് പറഞ്ഞു, രജനി ഇനി നായകനായിട്ട് സിനിമകൾ ചെയ്യാം, നിങ്ങൾ നിങ്ങളുടേതായ മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം, നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടുപേർക്കും അത് ചിലപ്പോൾ ദോഷം ചെയ്യുന്ന പറഞ്ഞാൽ അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ പിരിഞ്ഞത്. 79-ലാണ് അവർ അവസാനമായിട്ട് ഇതിനു മുമ്പ് ഈക്വൽ ഇമ്പോർട്ടൻസിൽ ഒരു റോൾ ചെയ്തത്. അതിനുശേഷം അവര് 1-2 സിനിമകളൊക്കെ ഇടയ്ക്ക് ഗസ്റ്റ് റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗറാഫത്തർ എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമയിലൊക്കെ ഇതുപോലെ ഗസ്റ്റ് റോൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇവര് രണ്ടുപേരെയും ഒന്നിപ്പിച്ച് അഭിനയിപ്പിക്കാനായിട്ട് പല ശ്രമങ്ങളൊക്കെ പല സംവിധായകരൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അത് ഈസി അല്ല. കാരണം നമുക്കറിയാം, ആരാധകരെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് തമാശ രൂപേണ പറയാം ഇമേജ് നോക്കാതെ അഭിനയിച്ചു വിടുന്നത്, പക്ഷെ അതൊരു ബിസിനസ് എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് രജനീകാന്ത് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ, ഒരു സൂപ്പർമാൻ ഇമേജ് ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇമേജ് നോക്കാതെ ചെയ്ത സിനിമകൾ പലതും പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ റീസെന്റ് ആയിട്ട് നമുക്കറിയാം, ലാൽസ്ലാം എന്നൊരു സിനിമ ചെയ്തു, വേട്ടയാൻ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ചെയ്തു, അതിൽ എവിടേക്കോ പാളിച്ച പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ കാരണങ്ങൾ പറയുന്നതാണ്. രജനീകാന്തിന്റെ ആരാധകരുണ്ട്, രജനീകാന്ത് എന്ന് പറയുമ്പോൾ ആളുകൾ പ്രതീക്ഷിക്കുന്ന എലിമെന്റ്സ് ഉണ്ട്, അത് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ സിനിമ പരാജയപ്പെടും. ഇത് തന്നെ കമലഹാസന്റെ സംഭവിക്കാറുണ്ട്. കമലഹാസൻ എത്രയോ നാളുകൾ പരാജയത്തിന് ശേഷമാണ് വിക്രം എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിച്ചത്. പക്ഷെ വിക്രം എന്ന് പറയുന്ന ഒരു സിനിമയിൽ കമൽഹാസന് പകരം അത് രജനീകാന്ത് ആയിരുന്നെങ്കിൽ ഈ വിജയം കിട്ടില്ലായിരുന്നു. കാരണം വിക്രം സിനിമയിൽ ഫസ്റ്റ് ഹാഫ് നമുക്കറിയാം 2-3 സീനോ വളരെ കുറച്ച് ഡയലോഗ് മാത്രമേ കമൽഹാസനുള്ളൂ. ഒരിക്കലും രജനി ഫാൻസിന് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഓപ്പണിംഗ് സീൻ മുതൽ രജനീകാന്ത് വേണം, രജനീകാന്തിന്റെ ഒരു പൂണ്ടുവിളയാട്ടം തന്നെയാണ്. അപ്പൊ ഇവര് രണ്ടുപേരെയും വീണ്ടും ഒരുമിപ്പിച്ച് ഇന്നത്തെ ഒരു അവസ്ഥയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നതും വലിയൊരു ദൗത്യം തന്നെയാണ്. ആ ഒരു ദൗത്യം എങ്ങനെയാണ് നെൽസൺ ഏറ്റെടുത്തിരിക്കുന്നത്? കാരണം അത് വിജയിച്ചാൽ ഇപ്പോ ട്രോളുകളോ കമന്റ്സ് ഒക്കെ വരുന്നതാണ്, ആദ്യത്തെ 1000 കോടി പടം തമിഴിലെ ആയി മാറുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്കറിയാം തമിഴിലും മലയാളത്തിലൊന്നും 1000 കോടിയൊന്നും കളക്ഷൻ കിട്ടിയ സിനിമകളില്ല. അപ്പൊ അതായി മാറുമോ അപ്പൊ കമൽഹാസൻ തന്നെ പോസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, ഞങ്ങളുടെ കഴിവിൽ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അത് ബാക്കിയൊക്കെ എന്താ പറയാ
നിങ്ങളുടെ കയ്യിലാണ്, പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് രസകരമായിട്ട് തോന്നുന്നത് ഇതിന്റെ അടിയിൽ വരുന്ന AI വെച്ചിട്ട് രജനിക്കും കമലിനും പകരം ആ സീൻസിൽ വിജയിനെയും അജിത്തിനെയും പ്ലേസ് ചെയ്തിട്ട് കുറച്ച് ഫാൻസ് ഇറക്കിയിട്ടുണ്ട്. മമ്മൂട്ടിനെ മോഹൻലാലും വെച്ചിട്ട് പ്ലേസ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിന് മറ്റൊരു ചർച്ച ഇപ്പൊ കാണുന്നത്, ഇങ്ങനെ വേണം ഒരു രണ്ട് സ്റ്റാർസിനെ കൊണ്ടുവന്ന് എന്താണ് പ്രൊമോ, ഇത് കണ്ടു പഠിക്കണം മലയാളത്തിലെ ഫിലിം മേക്കേഴ്സ് എന്നാണ്. കാരണം ഇപ്പോ പാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട്. ഭയങ്കര വാർത്തകൾ നിറഞ്ഞിട്ടാണ്, മഹേഷ് നാരായണൻ ചെയ്തതാണ്. പക്ഷെ അതിന്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോ മിക്സഡ് അഭിപ്രായമാണ്. അപ്പൊ എല്ലാവരും അത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. കാരണം പാട്രിയോട്ടിന് എന്തുകൊണ്ട് ഈ ഒരു ഹൈപ്പ് ഇല്ല? ഹൈപ്പ് ഉണ്ട്, പക്ഷെ ഇവര് രണ്ടുപേരും ഒരുമിച്ച് നെൽസൺ കൊണ്ടുവരുന്ന പോലെ എന്തുകൊണ്ട് മലയാളത്തിൽ ആരും കൊണ്ടുവന്നിരുന്നില്ല? നമുക്കറിയാം മമ്മൂട്ടി മോഹൻലാലും അവർ വലിയ സ്റ്റാർസ് ആയ ശേഷം അവർ ഒരുമിച്ച് വളരെ അപൂർവം സിനിമകൾ അവർ അഭിനയിച്ചിട്ടുള്ളൂ. അതിൽ നമുക്ക് 2020 എടുത്തു പറയാം, ഹരികൃഷ്ണൻസ് എന്ന സിനിമ എടുത്തു പറയാം. ഇത് രണ്ടും അവരുടെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ വിജയമായിരുന്നു. പിന്നെ ഗസ്റ്റ് റോൾസിലേ വന്നിട്ടുള്ളൂ. ഇപ്പൊ നരസിംഹം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മനുവങ്കിൾ എന്ന് പറയുന്ന സിനിമ പണ്ട്. അപ്പൊ സ്റ്റാർസ് ആയ ശേഷം നമുക്കൊരു 2000 ശേഷം ഒക്കെ എടുത്തു പറയുകയാണെങ്കിൽ ഒരു നരസിംഹം ഉണ്ട്, ഇടയ്ക്ക് കടൽക്കടന്ന് മാത്തുക്കുട്ടിയിൽ ചെറിയൊരു ഗസ്റ്റ് റോള് മോഹൻലാൽ വന്ന് ചെയ്തു മമ്മൂട്ടിയൊപ്പം. പക്ഷെ അതൊന്നും അല്ലാതെ ഇവർ രണ്ടുപേരെയും ഒരുമിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ദൗത്യം തന്നെയാണ്. അത് എന്തൊക്കെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെ ആരാധകർ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഫാസിൽ പറഞ്ഞിട്ടുണ്ട്. ഹരികൃഷ്ണൻ എന്ന സിനിമ ചെയ്യുമ്പോൾ ആദ്യം ഹരികൃഷ്ണൻ എന്നൊരു കഥാപാത്രമേ ഉള്ളൂ. മമ്മൂട്ടി മോഹൻലാലും വന്നു കഴിഞ്ഞപ്പോൾ അന്ന് മമ്മൂട്ടി അഭിനയിക്കുന്നു, അപ്പൊ മോഹൻലാൽ നിർമ്മിക്കാമെന്ന് പറയുന്നു. പിന്നെ മോഹൻലാൽ അതിന്റെ ഭാഗമാകുമ്പോൾ ആ ക്യാരക്ടറിനെ രണ്ടാക്കി. ഒരു സീൻ, ഒരു ഡയലോഗ് ഉണ്ടെങ്കിൽ അത് രണ്ടുപേര് പറയുന്ന രീതിയിലേക്ക് ആക്കി. അങ്ങനെയൊക്കെയാണ് ഫാസിൽ മാറ്റിയത്. ഇപ്പൊ നെൽസൺ അതൊരു വലിയൊരു ദൗത്യമാണ്. അത് നെൽസൺ എങ്ങനെ ഏറ്റെടുത്തിട്ട് വിജയിപ്പിക്കും എന്നുള്ളതൊക്കെ നമുക്കതിൽ കണ്ടു കാണാം. എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ലൈറ്റ് ഹാർട്ട് കോമഡി സിനിമയായിരിക്കും. ചിലപ്പോൾ ഇതിൽ രജനീകാന്ത് കുറച്ച് തമാശയൊക്കെ ചെയ്ത, കാരണം പണ്ട് അങ്ങനെയായിരുന്നു. ഈ കമൽഹാസൻ നായകന സമയത്ത് രജനീകാന്ത് കുറച്ച് തമാശയൊക്കെ പറയുന്ന വളരെ രസകരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ 70കളുടെ ഒക്കെ അവസാനം അദ്ദേഹം ചെയ്ത കുറച്ച് സിനിമകളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോ എന്തായാലും നോക്കാതെ എങ്ങനെ വരും എന്നുള്ളത് കാണാം. രണ്ടുപേർക്കും എന്താ പറയാ, രജനീകാന്ത് ഇനി കുറച്ച് സിനിമകൾ കൂടി കഴിഞ്ഞാൽ അഭിനയം നിർത്തും എന്ന് പറഞ്ഞു കമൽഹാസൻ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാൻ പോകുന്നു. അപ്പൊ അതിന് മുമ്പുള്ള ഒരു കൂട്ടപ്പൊരിച്ചിൽ തന്നെ ആളാവട്ടെ. ഇതിനു മുമ്പ് ഇപ്പൊ സിബി ചക്രവർത്തി എന്ന് പറയുന്ന സംവിധായകന്റെ സിനിമയാണ് രജനീകാന്ത് ജയിലർ 2 കണ്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടായിരിക്കാം ഈ ഒരു സിനിമ. എനിക്ക് തോന്നുന്നു 2027 ആ സിനിമ റിലീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഡേറ്റ് ഒക്കെ മാറി മറിഞ്ഞൊക്കെ വരാം. എന്തായാലും ഇതൊരു ആഘോഷം തന്നെയായിരിക്കും. പിന്നെ എത്തരത്തിലുള്ള സിനിമ ഇപ്പൊ KH വെസസ് എന്താ പറയാ രജനീകാന്ത് RK, അങ്ങനെയാണ് ഇപ്പൊ അത് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഞാൻ വളരെ പ്രതീക്ഷയോടെ, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇവരൊരുമിച്ച് അഭിനയിച്ച പഴയ സിനിമകളൊക്കെ, അതിലേതെങ്കിലും സിനിമകളൊക്കെ നിങ്ങൾ ഓർമ്മകൾ നിങ്ങൾ കണ്ടതുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം.